ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കപ്പമരം കേടായി. ഞാൻ ഇടയ്ക്ക് പരിപ്പും കപ്പങ്ങയും സാമ്പാർ, കപ്പങ്ങ തോരൻ ഇങ്ങനെയൊക്കെ വെക്കേണ്ടതാണ്. ഇതുമെന്ന് കണ്ട ഇവിടെ കണ്ട കുറേ കപ്പങ്ങയുണ്ട്, 3-4 കമ്പുകളായിട്ട് പോയതാണ്. പക്ഷെ നമ്മുടെ കപ്പമരം കേടായി, കട കേടായി കണ്ട കട ചീഞ്ഞു. ഇനി നമുക്ക് കപ്പങ്ങ കിട്ടില്ല. കപ്പയുടെ ഇത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഇത് ബഡ് പ്ലാവ് വലുതായി. ഈ ചേമ്പ് അതിൻ്റെ ഇടയ്ക്ക് നട്ടിട്ടുണ്ട്. നമ്മുടെ കൃഷികളുണ്ട് കേട്ടോ. ഈ കണ്ടിച്ചേമ്പ്, നമ്മുടെ കൊള്ളി, ചേനയൊക്കെ ഓണായിട്ട് പറിക്കും. കൊള്ളിയുടെയൊക്കെയാണ്. മണ്ണിടാറായി. നമ്മളിവിടെ ഒരു നേന്ത്രവാഴ വെച്ചു, പക്ഷെ അത് കേടായിപ്പോയി. നേന്ത്രവാഴ കേടായിപ്പോയി. ഒരു നേന്ത്രവാഴയും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു നേന്ത്രവാഴ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എല്ലാവരുടെയും കൊള്ളിയൊക്കെ നട്ടേക്കാണ് കേട്ടാ. കുഞ്ഞിക്കൊള്ളികൾ ഇച്ചിരി സ്ഥലം ഉണ്ടായി, അവിടെയൊക്കെ ഞാൻ കൊള്ളി നടും. നമ്മുടെ കൊള്ളിയൊക്കെ മണ്ണിടാറായിട്ടുണ്ട്. കൊള്ളിയിൽ ചുറ്റി കഴിഞ്ഞ് നിൽക്കണമെങ്കിൽ കൊള്ളിത്തണ്ടുമ്പോൾ വള്ളികൾ ചുറ്റി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ അത്യാവശ്യം കൊള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ വാഴയുടെ കരയ്ക്ക് നമ്മൾ ഒരു കൊള്ളി വലിയ തണ്ട് തട്ടാണ്ട് അതൊക്കെ ഉഷാറായി വന്നു. നമ്മുടെ കൃഷികളാണ് ഇതൊക്കെ. നമ്മുടെ ചക്ക കഴിയാറായി. ചക്കയൊക്കെ കഴിയാറായി. നമ്മുടെ കുരുമുളക് ഇതേ ഉഷാറായിട്ടിരിക്കുന്നു. സമയം കിട്ടുമ്പോൾ ഇവരെയൊക്കെ താലോലിക്കലും സ്നേഹിക്കലൊക്കെയാണ് എൻ്റെ പണി. കുരുമുളകിൻ്റെ അടുത്ത് വന്ന് വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു ഉണങ്ങി പോവാതിരിക്കാനുള്ള എല്ലാവരും നോക്കും. ഇതൊക്കെ നമ്മുടെ കുരുമുളകളാണ് കേട്ടോ. ചീമക്കൊന്നയൊക്കെ നട്ട് ഞാൻ കുരുമുളക് പിടിപ്പിക്കരുത്. എനിക്കൊക്കെ റംബുട്ടാൻ കഴിഞ്ഞു. റംബുട്ടാൻ കഴിഞ്ഞു. ചക്ക കഴിഞ്ഞു. ചക്കഞ്ഞ ഒരു 3-4 ഉള്ളൂ. ഇപ്പം നമ്മുടെ കൃഷിയും കാര്യങ്ങളും കണ്ടില്ലേ. നമ്മുടെ കാന്താരി മുളക് ഒരു കടയുണ്ട് കണ്ടോ. കാന്താരി മുളകാണ്. അതിൻ്റെ അടുത്ത് തന്നെ ചേമ്പൊക്കെ നട്ടിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മുടെ വളപ്പിൽ തന്നെ. നമ്മുടെ പൈനാപ്പിൾ നട്ടിട്ടില്ല കേട്ടോ, നടാനായിട്ട് വെച്ചേക്കണം കണ്ടോ. ഇപ്പോൾ 2 കടയുള്ളൂ, അതിവിടെ നടാനുള്ളതാണ്. ജോലി ഞായറാഴ്ച ഒഴിവ് കിട്ടുമ്പോൾ നടണം. നമ്മുടെ കൊള്ളികളൊക്കെ ഉണ്ടോ, ചെറിയ കൊള്ളികൾ. ഇത് ഒരേ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നടന്നാണ് കേട്ടോ. അത് അതിനേക്കാളും വലിയത്, അതിനേക്കാളും വലിയതാണ്. പല ബാച്ചുകളായിട്ടാണ് അത്. ഇതൊക്കെ നമ്മുടെ വലിയ കൊള്ളികളായി. ഇത് ഫസ്റ്റ് നട്ടു, അത് കഴിഞ്ഞിട്ടാണ് ഈ കൊള്ളികളൊക്കെ നട്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഈ കൊള്ളികൾ നട്ടത്. അങ്ങനെ നമ്മൾ പല ബാച്ചായിട്ടാണ് ഓരോ കട പറിക്കുമ്പോൾ തണ്ടുകൾ കൊണ്ടുവന്ന് നടന്നാണ് ഇതൊക്കെ. എന്താ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു വഴുതനങ്ങയും കിട്ടും കേട്ടോ. വഴുതനങ്ങയുടെ കടയ്ക്കും ഒരു തൈ കൊണ്ടുവന്ന് വെച്ചുണ്ട്. അത് നമ്മുടെ കൃഷികളാണ്. ഇതൊക്കെ ഞാൻ ജോലിക്ക് പോണേക്ക് മുമ്പ് ഇവരെയൊക്കെ പരിപാലിച്ചിട്ടുള്ള പരിപാടിയുള്ളൂ. നമ്മളത് കുറേ കൊള്ളികൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കൊള്ളികൾ നമ്മളിത് തറ്റം വരെ ഒരു 25 കട അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ തറവാടിൻ്റെയാണ്, എൻ്റെ വീടിൻ്റെ തറവാടിൻ്റെയാണ്. ഇവിടെ ഒരു 8 കട കൊള്ളി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പല ഇതിട്ട് നേരം കിട്ടുമ്പോൾ നമ്മൾ ഓരോന്ന് വയ്ക്കില്ലേ. മംഗോസ്റ്റിൻ നിന്നിട്ട് അതിൻ്റെ തൈയൊക്കെ മുളച്ചു കണ്ടോ. മംഗോസ്റ്റിൻ്റെ തൈ നടാനുള്ളതുണ്ട്. മംഗോസ്റ്റിൻ തിന്ന് കുരുടുമ്പോൾ തൊട്ടുപഴിക്കും പോകുന്നു. നമ്മുടെ വീഡിയോ കണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഇതേപോലെയൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ ചെയ്യുക.
ഒരു കട കൊള്ളി വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറിക്കാം. ഞങ്ങളങ്ങനെ ഒരു 10-60 കൊള്ളിക്കട ഉണ്ട് ഇപ്പോൾ. നമ്മുടെ ചെടികളും രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് ഇവരെയൊക്കെ ഒന്ന് സംരക്ഷിക്കുന്നത്. ചെട്ടുമല്ലികൾ, ഇത് ഹൈബ്രിഡ് ചെട്ടിമല്ലിയാണ്. ഒരെണ്ണത്തിന് 5 രൂപ കൊടുത്ത് മേടിച്ചെന്താ ഓണത്തിന് പൂവുണ്ടാവാൻ. അങ്ങനെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ. എനിക്ക് യാത്രയിൽ പോകണം, ജോലിക്ക് പോകണം.